ഏവർക്കും ഉബുണ്ടു ജാലയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ICT പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്റർ സൈബർ സ്പേസ് എന്നുള്ള പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൽ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, തിയററ്റിക്കൽ ചോദ്യങ്ങളാണ്. ഈ പാഠഭാഗത്തിൽ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആശയമാണ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് എന്നുള്ളത് ഒരു വെർച്വൽ സ്പേസ് ആണ്. അതായത് ഒരു മായികമായിട്ടുള്ള ഒരു ലോകമാണ്. ഡിജിറ്റൽ ഡിവൈസുകളും നെറ്റ്വർക്കുകളും ഒക്കെ തന്നെ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ലോകമാണ്, ഒരു വിർച്വൽ ആയിട്ടുള്ള ലോകമാണ് സൈബർ സ്പേസ് എന്നുള്ളത്. കമ്പ്യൂട്ടറുകൾ, ഫോണുകൾ, സർവറുകൾ, മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങൾ, നെറ്റ്വർക്കുകൾ, അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന ഡേറ്റകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സാങ്കല്പിക സ്ഥലമാണ് സൈബർ സ്പേസ്. ഇനി എന്താണ് സൈബർ വേൾഡ്? സൈബർ വേൾഡ് എന്നുള്ളത് നാം നേരത്തെ ഡിസ്കസ് ചെയ്ത സൈബർ സ്പേസ്, വിശാലമായിട്ടുള്ള അർത്ഥത്തിലുള്ളതാണ് സൈബർ സ്പേസ്. ആ സൈബർ സ്പേസിലുള്ള ചെറിയൊരു ഇടത്തെയാണ് സൈബർ വേൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിൽ ഒരു കുട്ടി വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് ആ കുട്ടി ആ ഒരു വിർച്വൽ ലോകത്തിലേക്ക്, ആ സൈബർ വേൾഡിലേക്കാണ് കടക്കുന്നത്. സൈബർ സ്പേസിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഇടത്തെയാണ് സൈബർ വേൾഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ഒരു നെറ്റ്വർക്കാണ്. അത് പ്രത്യേകമായിട്ടുള്ള പ്രോട്ടോക്കോളുകളുടെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിൽ സെർവറുകളുണ്ട്, റൂട്ടറുകളുണ്ട്, ഡേറ്റാ സെൻറ്ററുകളുണ്ട്, പരസ്പരം കണക്ട് ചെയ്യുന്ന കേബിളുകളുണ്ട്, സാറ്റലൈറ്റ് ലിങ്ക്സുകളുണ്ട്. ഒരു സൈബർ സ്പേസിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് വരുന്നതാണ് ഇൻ്റർനെറ്റ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുന്ന, പരസ്പരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു കണക്ഷനെയാണ് ഇൻ്റർനെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്താണ് നമുക്കത് പരിശോധിക്കാം. ദ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ക്രിയേറ്റഡ് വൈൽ യൂസിങ് ദ ഇൻ്റർനെറ്റ്. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിവരങ്ങളെയാണ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾ, നമ്മൾ എന്തെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്യുക, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ആപ്പുകൾ ഉപയോഗിക്കുക, ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ സൈബർ ഇടത്തിലെ സെർച്ച് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന വിവരങ്ങളെയാണ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈബർ ഐഡൻറ്റിറ്റി, ഒരു ആളുടെ വ്യക്തിത്വത്തെ, സൈബർ വേൾഡിലുള്ള ഒരാളുടെ വ്യക്തിത്വത്തെയാണ് സൈബർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മീഡിയ പ്രൊഫൈലുകൾ, ഫേസ്ബുക്കിലുള്ള പ്രൊഫൈലുകൾ, സെർച്ച് ആക്ടിവിറ്റി, അതുപോലെ ഡിവൈസിൻ്റെ ഒരു നമ്പർ, ഇതെല്ലാം തന്നെ സൈബർ ഐഡൻറ്റിറ്റിയുടെ പ്രധാന മേഖലയിൽ വരുന്നതാണ്. ഉപകരണങ്ങൾക്ക് തിരിച്ചറിയൽ നമ്പറുകൾ, ഇതെല്ലാം തന്നെ സൈബർ ഐഡൻറ്റിറ്റിയിൽ വരുന്നതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ചില കണ്ടൻറ്റുകളാണ്. ഈ കണ്ടൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിൾ പൂരിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ശ്രദ്ധയോടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഈ പോസ്റ്റ് ഡിവൈസുകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തരത്തിലുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇത് ഓരോന്നും കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നമുക്കടുത്ത ഭാഗത്തിലേക്കൊന്ന് കിടക്കാം. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. ഇപ്പോൾ ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈബർ ലോകവുമായിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സിന് സമയത്ത് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ്, സൂം തുടങ്ങിയവ വഴിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു മാപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് ഗൂഗിൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് വഴി, സ്മാർട്ട് ഫോൺ വഴിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും അത് സൈബർ ലോകവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹൃദയമിടിപ്പ്, ഉറക്കം, ഇതെല്ലാം നമ്മുടെ സൈബർ വേൾഡുമായിട്ടുള്ള ഒരു കണക്ഷൻ, സൈബർ ലോകവുമായിട്ടുള്ള, സൈബർ സ്പേസുമായിട്ടുള്ള ഒരു ബന്ധം ഈ സ്മാർട്ട് വാച്ച് ഒക്കെ വഴിയാണ്. ഇനി എന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ, വീടുകളിലിരിക്കുന്ന വാഷിംഗ് മെഷീനുകൾ, അതുപോലെ ഓവനുകൾ, അതുപോലെ മറ്റു ഉപകരണങ്ങളൊക്കെ തന്നെ ഇൻ്റർനെറ്റിൻ്റെയും സെൻസറുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി നിയന്ത്രിക്കുന്നതിനെയാണ് IoT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരസ്പരം നെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സംവിധാനത്തെയാണ് IoT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈബർ ഇൻഫ്രാസ്ട്രക്ചർ ബിലോങ്സ് ഇൻ എ സൈബർ സ്പേസ് സച്ച് ആസ് ഇൻ്റർനെറ്റ്, ഹാർഡ്വെയർ, നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഉപകരണങ്ങളെയാണ് സൈബർ ഇൻഫ്രാസ്ട്രക്ചറുകൾ. അതിൽ ഡേറ്റാ ബേസുകളുണ്ട്, വെബ് പേജുകളുണ്ട്, സെക്യൂരിറ്റി സിസ്റ്റമുകളുണ്ട്. ഇവയെല്ലാം തന്നെ സൈബർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഭാഗത്തിൽ വരുന്നതാണ്. മറ്റൊന്നാണ് മെറ്റാവേഴ്സ്. ഒരു യഥാർത്ഥ ലോകം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മെറ്റാവേഴ്സസ് എന്ന് പറയുന്നത്. അതിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇതെല്ലാം തന്നെ മെറ്റാവേഴ്സിൽ വരുന്നതാണ്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു
ഒരു യൂസറിൻ്റെ പ്രസൻസ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവതാറുകൾ മനുഷ്യന് പകരമായി അവതാറുകളായിരിക്കും ഒരുപക്ഷെ അവിടെ ഈ മെറ്റാവേഴ്സിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തെയാണ് മെറ്റാവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അവതാറുകളിലൂടെയാണ് ഒരു മെറ്റാവേഴ്സിന് നമ്മുടെ പ്രസൻസ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഹാക്കിങ് എന്നത് ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളെ, സെൻസിറ്റീവ് ഇൻഫർമേഷനുകളെ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കേടുവരുത്തുകയോ ചെയ്യുന്നതിനെയാണ് ഹാക്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേടുപാടുകൾ വരുത്തുകയാണ്, ആളുടെ അനുമതി ഇല്ലാതെ കയറിക്കൊണ്ടിട്ടാണ് അത്തരത്തിൽ ചെയ്യുക, വിവരങ്ങൾ മോഷ്ടിക്കുക. ഇതെല്ലാം ഹാക്കിങ്ങിൽ വരുന്നതാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ആ യൂസറിൻ്റെ അനുമതിയോടുകൂടി അതിനുള്ളിലുള്ള സെക്യൂരിറ്റി എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്തുന്നതിനാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്നത്. അത് ഉടമസ്ഥൻ്റെ അനുമതിയോടുകൂടി തന്നെ ചെയ്യുന്നതാണ്. സ്പോയിലർ എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കഥയോ അല്ലെങ്കിൽ സിനിമയോ അതിൻ്റെയൊക്കെ അവസാനം എങ്ങനെയാണ് അതിൻ്റെ കഥ മുഴുവനായും റിവീൽ ചെയ്യുന്നതിനെയാണ് സ്പോയിലർ എന്നത് ഉദ്ദേശിക്കുന്നത്. സ്പോയിലർ അലർട്ടുകൾ വഴിയാണ് ഇത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രധാനമായും സിനിമകളുടെ നോവലിലേക്ക് കഥകളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്പോയിലറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ അസറ്റ് പോലെ തന്നെ നമ്മൾ സാമ്പത്തികമായി സ്വർണവും സാമ്പത്തികമൊക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഡിജിറ്റൽ സൈബർ സ്പേസിലുള്ള ആസ്തികളെയാണ്, വിലയുള്ള സാധനങ്ങളെയാണ് ഡിജിറ്റൽ അസറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് NFT-കൾ, ഡൊമൈൻ നെയിമുകൾ, സോഫ്റ്റ്വെയറുകൾ. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ അസറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഏറ്റവും കൂടുതലായി വരുന്നത് NFT-കളാണ്. ഡിജിറ്റൽ വാലറ്റുകൾ, ഓൺലൈൻ ഷോപ്പിങ്ങിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ, SBI ഉപയോഗിക്കുന്ന അതിൽ റിവാർഡ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ അസറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. ഒരാൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, ഇതെല്ലാം ഡിജിറ്റൽ അസറ്റിൽ വരുന്നതാണ്. ഇനി NFT എന്താണെന്ന് പരിശോധിക്കാം. ഒരു വാല്യൂ ഉള്ള, ഒരു വിലയുള്ള, സൈബർ വേൾഡിൽ വിലയുള്ള ഒന്നിനെയാണ് NFT, നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഉദാഹരണമാണ് ഒരാളുടെ മ്യൂസിക്, ഒരാളുടെ പെയിൻറ്റിങ്, നമ്മൾ എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്, നമ്മൾ തയ്യാറാക്കിയ വീഡിയോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ, ഇതെല്ലാം NFT എന്ന വിഭാഗത്തിൽ വരുന്നവയാണ്. പ്രധാനമായിട്ടും ഈ സംഗീതം, മ്യൂസിക് ഇതെല്ലാം തന്നെ അയാളുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അതൊരു മൂല്യമുള്ള, സൈബർ സ്പേസിൽ വിലയുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതെല്ലാം NFT-യുടെ ഉദാഹരണത്തിൽ വരുന്നതാണ്. മറ്റൊന്നാണ് ക്രിപ്റ്റോ കറൻസി. ഡിജിറ്റൽ കറൻസി പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന, സൈബർ സ്പേസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രഫി. ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു ക്രിപ്റ്റോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഒരു ടെക്നോളജിയിൽ ആ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് സെക്യൂറായി നടത്തുന്ന ഒരു സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നത് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം ബിറ്റ് കോയിൻ, എതർകം, ലിറ്റ് കോയിൻ ഇതെല്ലാം തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഉദാഹരണങ്ങളാണ്. ഡിജിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ നമുക്ക് കാണാം. ഒഡാസിറ്റി അതൊരു മീഡിയ ടൈപ്പാണ്, അതിൻ്റെ പർപ്പസ് ഓഡിയോ റെക്കോർഡിംഗ് ആണ്. കൃത ഡിജിറ്റൽ ആർട്ട്, ഡിജിറ്റൽ പെയിൻറ്റിങ്, ഓപ്പൺ സീ ഇങ്ങനെ തുടങ്ങിയ എക്സാമ്പിളുകൾ നമ്മളിവിടെ നൽകിയിട്ടുള്ളത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ തന്നെ മലയാളം വെർഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ഓരോന്നും ഡിജിറ്റൽ ആസ്തിയും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് എക്സ്പ്ലിറ്റ് ഡേറ്റ കളക്ഷൻ. ഒരാളുടെ അനുമതിയോടുകൂടി ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് എക്സ്പ്ലിറ്റ് ഡേറ്റ കളക്ഷൻ എന്നുള്ളത്. ഇംപ്ലിസിറ്റ് ഡേറ്റ കളക്ഷൻ എന്നുള്ളത് ഒരാളുടെ അനുമതിയില്ലാതെ വിവരങ്ങൾ യാന്ത്രികമായിട്ട് തന്നെ നിർമ്മിക്കപ്പെടുന്നതാണ്. ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി നമ്മളുടെ അറിവോടുകൂടി വരുന്നതല്ല. അതുപോലെ നമ്മൾ ഈ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഇതെല്ലാം തന്നെ നമ്മൾ അറിയാതെ വരുന്ന ഡേറ്റകളാണ്. ഇതിനെ ഇംപ്ലിസിറ്റ് ഡേറ്റ കളക്ഷൻ എന്നാണ് വിളിക്കുന്നത്. എക്സ്പ്ലിസിറ്റ് എന്നാൽ നമ്മൾ കൃത്യമായി ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മെയിൽ ID ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാം പ്രത്യക്ഷമായ ഡേറ്റ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഡേറ്റ എന്നതിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴികൾ ലൊക്കേറ്റ് ചെയ്യുക, ബ്രൗസ് ചെയ്യുന്ന ഹിസ്റ്ററി, ഇതെല്ലാം തന്നെ നമ്മൾ അറിയാതെ കൊടുക്കുന്ന വിവരങ്ങളാണ്. അവയാണ് ഇംപ്ലിസിറ്റ് ഡേറ്റ അല്ലെങ്കിൽ പരോക്ഷമായ ഡേറ്റ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് പ്ലാഗ്യറിസം എന്നുള്ളത് ഒരാളുടെ മോഷണം, ഒരാൾ ചെയ്ത ഒരു വർക്കിനെ മോഷ്ടിക്കുകയാണ്. രചന മോഷണം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. ഒരാളുടെ സൃഷ്ടിയോ അല്ലെങ്കിൽ അയാൾ ആശയങ്ങളെ മോഷ്ടിക്കുന്നതാണ് ഈ ഒരു പേര് വിളിക്കുന്നത്. ഇനി എന്താണ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, വിവരങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഇൻഫർമേഷൻസ് ഒതൻറ്റിക് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം, റിലയബിൾ സോഴ്സിനെ ആയിരിക്കണം, നമ്മൾ വിശ്വസനീയമായിട്ടുള്ള ഒരു സോഴ്സിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുപോലെ വിവരങ്ങൾ ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങൾ തന്നെ ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇതെല്ലാം IT തിയറി പരീക്ഷകൾ ചോദിക്കുന്നതാണ്.
പ്രധാനമായും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന റിലയബിൾ സോഴ്സുകളാണ് ഗൂഗിൾ സ്കോളർ, സെമാൻറ്റിക് സ്കോളർ, കൺസെൻസസ്. ഇതെല്ലാം തന്നെ ഒരു റിലയബിൾ സോഴ്സസിൻ്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നതാണ്. പിന്നെ ATM പിന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാസ്വേഡുകൾ, നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പാസ്വേഡുകൾ, ഇതൊന്നും തന്നെ മറ്റുള്ള ആളുകളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പാടില്ലാത്തതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈബർ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ചില രോഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്നുള്ളതാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം മിസ് ചെയ്ത് പോയോ എന്നുള്ള ഒരു ചിന്ത വരുന്നതിനാണ് ഫോമോ എന്ന് വിളിക്കുന്നത്. ഇനി ഗെയിം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗെയിമിംഗ് ഡിസോർഡർ. മറ്റൊന്നാണ് സൈബർ കോൺട്രിയ, അതായത് മെഡിക്കൽ ഇൻഫർമേഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന തരത്തിൽ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അത്ര രോഗമുണ്ടോ ഇല്ലയോ എന്നൊരു ആശങ്ക വരുന്നതിനെയാണ് സൈബർ കോൺട്രിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് നോമോഫോബിയ, നോ മൊബൈൽ ഫോബിയ എന്നുള്ളത് ഓവർ ആങ്സിറ്റിയാണ്. നമ്മളതിൽ മൊബൈൽ ഫോണോ മറ്റോ ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ആശങ്കയാണ് നോമോഫോബിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് നെക്ക്, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കഴുത്തിനുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, ടെൻഷൻ ഉണ്ടാവുക, ഡിസ്കംഫർട്ട് ഉണ്ടാവുക, അതുപോലെ ഒബീസിറ്റി, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, തരത്തിൽ രോഗങ്ങളുണ്ടാവുക, വണ്ണം കൂടുക തുടങ്ങിയവയൊക്കെ തന്നെയാണ്. ഇതിനുള്ള സൊല്യൂഷനാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതുപോലെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കുറേ സമയത്തെങ്കിലും ബ്രേക്ക് എടുക്കുക, അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ശ്രദ്ധിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഉറക്ക ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിന് പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാനായിട്ടുള്ളത്.